ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സ്വർണ്ണവ് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതായത് ചില സമയത്ത് നമുക്ക് ഭയങ്കര മടി അല്ലെങ്കിൽ എന്താ പറയുക നേരമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞങ്ങൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ്. ചില സമയത്ത് അത് ഡിന്നറിന് എന്താ പറയുക തയ്യാറാക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുട്ട എഗ്ഗ് പൊട്ടിച്ച് ഇടാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, അത് എരിവ് അനുസരിച്ച് നിങ്ങളിപ്പോൾ എന്താ പറയുക പെപ്പർ പൗഡർ വേണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളെടുത്ത് അതിൽ നമ്മൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ചുള്ള മുട്ട എടുത്ത് പൊട്ടിച്ചിട്ടതിന് ശേഷം പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സവോള വേണം, പിന്നെ കുറച്ച് ക്യാപ്സിക്കം അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതെടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് സവോള, ക്യാപ്സിക്കം, അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക്. അപ്പോൾ പച്ചമുളക് എടുക്കുന്നത് കൊണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഇനിയിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ എടുത്തത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അതായത് നമ്മൾ സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന ഗ്രീൻ പീസ് അല്ല, ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ നമുക്ക് അധികം നേരം കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല അതിന്. ഓൾറെഡി അത് ഇൻസ്റ്റൻറ്റ് എന്താ പറയുക കുക്ക് ചെയ്തിട്ടുള്ള ഒരു പീസാണ്. ആൻഡ് അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു കടായി എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് താളിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർത്ത് പൊട്ടിക്കുക. കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. സവോള അതുപോലെ തന്നെ ക്യാപ്സിക്കും പിന്നെ പച്ചമുളകും എല്ലാം ഒന്നിച്ചാണ് ഞാൻ ഇട്ടത്. അത് ചേർത്തൊന്ന് വഴറ്റുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വെജിറ്റബിൾസ്, അതായത് ഇപ്പോൾ ക്യാരറ്റൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ക്യാപ്സിക്കം എൻ്റെ ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ചേർത്തു എന്നേ ഉള്ളൂ. സാധാരണ ഇതിൽ എന്താ പറയുക സവോളയും പച്ചമുളകും മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. പിന്നെ ഗ്രീൻ പീസ് തന്നെ ഫ്രോസൺ പീസാണേ. അപ്പോൾ നമ്മളിപ്പോൾ സവോളയും അതുപോലെ ക്യാപ്സിക്കും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റാണ്. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഞങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു മുട്ട പൊരിച്ചത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുട്ട പൊരിച്ചതാണ്, മുട്ട ബുർജി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഒരുപാട് ചെറുപ്പത്തിൽ ഒരുപാട് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുകയാണ്. അപ്പോൾ നമ്മൾ സവോള വഴറ്റിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് തലേന്ന് ദിവസം സാധാരണ ഒരു ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ നമ്മൾ തലേന്ന് ദിവസം കുതിർക്കാനൊക്കെ വെക്കും. പിന്നെ അത് കുക്കറിൽ വേവിക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അധികം ടൈം വേണ്ട നമുക്ക് ഈ പീസ് വേവിക്കാനൊക്കെ ആയിട്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താലും മതി. ഓക്കെ, അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ ഗ്രീൻ പീസ് വാങ്ങിച്ചത് ഞാൻ പറയില്ല, കഴിഞ്ഞ ദിവസം ഞാൻ നവോദയയിൽ പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിത് ഫ്രീസറിലാണ് വെക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ടാപ്പിൽ വെള്ളം തുറന്നിട്ടിട്ട് ഒരു ബൗളിൽ ഗ്രീൻ പീസ് എടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ ആ ഒരു തണുപ്പ് വിട്ട് കളയും. നമ്മൾ മൈക്രോവേവോ അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ എന്താ പറയുക വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടില്ല. ഓക്കെ, ചൂടുവെള്ളത്തിലല്ല, വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മൈക്രോവേവ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഈ ടാപ്പ് തുറന്നിട്ടിട്ട് ഈ പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ തണുപ്പ് വിട്ട് കളയും. പിന്നെ അത് റെഡി ടു യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്തിട്ടുള്ള ആൻഡ് ഫ്രോസൺ ചെയ്തിട്ടുള്ള പീസാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഐ തിങ്ക് 150 ആണ് 700 ഗ്രാമിന്. ഓക്കെ, 150 ആണ്.
സോ അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് വാങ്ങിച്ചു നോക്കൂ കേട്ടോ. നല്ല രസം. ഇത് നമുക്ക് ഈ ഫ്രൈഡ് റൈസിലും ഇതിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ലതാണ് ഗ്രീൻ പീസ്. ഓക്കെ, ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ഈ വഴറ്റിയതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ലേശം ചേർത്താൽ മതി. വേറെ നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞു മുളക് പൊടി, ഞങ്ങളുടെ പച്ചമുളകാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ കുരുമുളക് പൊടി നമ്മൾ മുട്ടയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും സ്പൈസസിനായിട്ട് വേറെ ഒരു മസാലകളും ചേർക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ വഴറ്റിയത് സവോള അതുപോലെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നമ്മൾ പൊരിച്ച്, അതായത് ഒന്ന് എന്താ പറയുക, ചിക്കി പൊരിച്ചെടുക്കുക, അതാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഓക്കെ, നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾക്ക് നമ്മളിപ്പോൾ മുട്ട പൊരിക്കാൻ പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട പൊരിക്കാം. സിമ്പിളായിട്ടും വേണമെങ്കിലും പൊരിക്കാം. വെറുതെ മുട്ടയും സവോളയും പച്ചമുളക് ഇട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കടുകൊക്കെ പൊട്ടിച്ച് സവോള, പച്ചമുളക്, തക്കാളി, കുറേ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ ചേർത്തിട്ട് എഗ്ഗ് ചേർത്ത് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. ഇത് വേറൊരു രീതി. ഓക്കെ, അപ്പം അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയും കൂടിയാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ എഗ്ഗ് ബുർജി അല്ലെങ്കിൽ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. എന്താ പറയുക, ബ്രെഡിനൊക്കെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ല പറ്റും. ഇപ്പം ഞങ്ങൾക്ക് ബ്രെഡാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ടൊക്കെ ഞങ്ങൾ എടുക്കുന്നത്. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്ക്രാമ്പിൾഡ് എഗ്ഗും ബ്രെഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചായയും കാപ്പി ഒന്നും തയ്യാറാക്കിയില്ല. ഓറഞ്ച് കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അത് നമ്മൾ ഫ്രഷ് ജ്യൂസായിട്ട് തയ്യാറാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഇപ്പോൾ വിക്രമാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ചെറിയൊരു പേടി അതിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ആളാണ് ഇത് ചെയ്തത്. ഞാനപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തു. ആളപ്പോൾ അത് എന്താ പറയുക, ജ്യൂസറിൽ ഇട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.